നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച തടയണ മൂടേണ്ട സാഹചര്യമില്ലെന്ന് നിർദ്ദേശം. ബൈസൺവാലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത് സ്ഥലം സന്ദർശിച്ച മണ്ണ് സംരക്ഷണ വകുപ്പിലെയും മൈനർ ഇറിഗേഷൻ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ. മണ്ണെടുത്ത് തടയണ മൂടേണ്ട എന്ന നിർദ്ദേശം നൽകിയത് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ. നിരപരാധിയായ യുവാവ് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് 35 ദിവസം. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ഷമീമിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചു എന്ന കേസിൽ. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ 26 വർഷമായി തുടരുന്ന സംയുക്ത ക്രിസ്തുമസ് ആഘോഷം 15-ാം തീയതി വൈകിട്ട് 5 മുതൽ കട്ടപ്പന CSI ഗാർഡനിൽ നടക്കും. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്യും. ചിനക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡ്. പ്രദേശവാസികളുടെ നിരന്തരമായ സമരങ്ങളെ തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കിയത് 3 കിലോമീറ്ററിൽ 1.5 കിലോമീറ്റർ മാത്രം. വിശദമായ വാർത്തകളിലേക്ക്. ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച തടയണ മൂടേണ്ട സാഹചര്യമില്ലെന്ന നിർദ്ദേശം. സ്ഥലം സന്ദർശിച്ച മണ്ണ് സംരക്ഷണ വകുപ്പിലെയും മൈനർ ഇറിഗേഷൻ വകുപ്പിലെയും ഉദ്യോഗസ്ഥരാണ് ബൈസൺവാലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത്. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാലാണ് മണ്ണെടുത്ത തടയണ മൂടേണ്ട എന്ന നിർദ്ദേശം നൽകിയത്. മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്കുൾപ്പെടെ തടയണ ഭീഷണിയാണെന്ന് IG K സേതുരാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തുടർന്ന് തടയണ നികത്തണമെന്നാവശ്യപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ബൈസൺവാലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ സാങ്കേതിക ഉപദേശം തേടി പഞ്ചായത്ത്, മൈനർ ഇറിഗേഷൻ, മണ്ണ് സംരക്ഷണ വകുപ്പുകൾക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസം മൈനർ ഇറിഗേഷൻ വിഭാഗം അടിമാലി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗിരീഷ് കുമാർ, പള്ളിവാസൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ AR അഖിലേഷ്, ജില്ലാ മണ്ണ് സംരക്ഷണ വിഭാഗം ഓഫീസർ MJ ജേക്കബ് എന്നിവർ വീണ്ടും സ്ഥലം സന്ദർശിച്ചു. ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ മണ്ണെടുത്ത് തടയണ നികത്തിയാൽ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിക്കുമെന്നും നിലവിൽ തടയണയിൽ വെള്ളം സംഭരിക്കപ്പെടാവുന്ന സാഹചര്യമില്ലെന്നും സംഘം വിലയിരുത്തി. തടയണയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ജിയോ സിന്തറ്റിക് ക്ലേ ലൈനർ ഷീറ്റ് വിരിച്ച പുല്ല്, രാമച്ചം പോലുള്ള സസ്യങ്ങൾ വച്ചുപിടിപ്പിക്കണമെന്നും വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദഗ്ധ സംഘം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി M സുനി പറഞ്ഞു. അതിനിടെ ചൊക്രമുടിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട കഴിഞ്ഞ ദിവസം ദേവികുളം RD ഓഫീസിലെത്തിയ ജില്ലാ കളക്ടർക്ക് ചൊക്രമുടി സംരക്ഷണ സമിതി പരാതി നൽകി. സമിതി വൈസ് ചെയർമാൻ CB ബൈച്ചു, ചൊക്രമുടി കാണി ശ്രീകുമാരസ്വാമി എന്നിവരാണ് കളക്ടർക്ക് പരാതി നൽകിയത്. നിരപരാധിയായ യുവാവ് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് 35 ദിവസം. നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ഷമീമാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് ഷമീമിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയതാണ് ഇയാൾക്ക് വിനയായത്. ദില്ലി സ്വദേശിയായ യുവതിയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കാൻ 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നായിരുന്നു കേസ്. കഴിഞ്ഞ വർഷം നവംബർ 22-ന് ഷമീമിനെ നെടുങ്കണ്ടത്ത് നിന്ന് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് ദൃശ്യങ്ങൾ പകർത്തി ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കേസിൽ ദില്ലി സ്വദേശി മാനവ് വിഹാരിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നെടുങ്കണ്ടം സ്വദേശിയായ ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന വിദേശ നമ്പറിൽ നിന്ന് യുവതിയെ വിളിക്കുകയും വാട്സാപ്പ് കോൾ ചെയ്യുകയും ചെയ്തെന്നും പണം ആവശ്യപ്പെട്ടെന്നുമായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ്. ചെന്നൈ സ്വദേശിയായ ഷമീം 6 വർഷമായി നെടുങ്കണ്ടത്താണ് താമസിക്കുന്നത്. നെടുങ്കണ്ടത്ത് നിന്നും ഇയാൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു. ഈ മൊബൈലിന്റെ IP അഡ്രസ്സിൽ നിന്നാണ് സന്ദേശം അയച്ചത്. അപ്പൊ എന്നോട് ഇവർ പറയുന്നത് വെച്ചാൽ നിന്റെ IP അഡ്രസ് ആണ് ഇതിൽ മാച്ച് ആവണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇത് എന്റെ പേരിന് എടുത്ത മൊബൈൽ അല്ല, ഞാൻ സെക്കൻഡ്സിലാണ് എടുത്തത്, ഞാൻ കടയിൽ നിന്നാണ് എടുത്തത്, എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ ഫോൺ ചിലപ്പോൾ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അഥവാ അത് എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഫോൺ കോളോ വീഡിയോ കോളോ അല്ലെങ്കിൽ ആ പെണ്ണെടുത്ത് ഈ തട്ടിപ്പ് ഇതുപോലെ തട്ടിപ്പ് എന്തെങ്കിലും കേസ് ഈ ഫോണിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം ഫോൺ എല്ലാം ഫുള്ളും പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് ഒരു എവിഡൻസ് പോലും അവർ കിട്ടിയിട്ടില്ല.
ഇത്തരം സന്ദേശങ്ങൾ ഒന്നും അയച്ചിട്ടില്ലെന്ന നിലപാടിൽ ഷമീം ഉറച്ചുനിന്നതോടെ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയിൽ ഫോണിൽ നിന്നും തെളിവുകൾ ഒന്നും കണ്ടെത്താനായില്ല. ഒപ്പം ഷമീമിന് ഒന്നാം പ്രതിയുമായോ പെൺകുട്ടിയുമായോ ബന്ധം ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകളും ലഭിച്ചില്ല. ഇതോടെയാണ് ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ദില്ലി കോടതിയിൽ അപേക്ഷ നൽകിയത്. എല്ലാം ഓക്കെ, നിങ്ങളുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്, പക്ഷെ ഞങ്ങൾക്ക് പെണ്ണിന്റെ അടുത്ത് നിന്ന് ഒരു മൊഴിയെടുപ്പും കൂടെ ഞങ്ങൾക്ക് ചെയ്തതിന് ശേഷമേ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ 2 സമയം കൊടുത്തിട്ടും ആ പെണ്ണ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ 3ാമത്തെ സമയം കൊടുത്തിരിക്കുക ജനുവരി 10-ന്. ഇപ്പൊ ആ സമയത്ത് പെണ്ണ് വന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ നിരപരാധിയാണെന്നുള്ളത് എന്നെ കൊണ്ടുപോയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുകേഷ് കുമാറിനും ബോധ്യമായി നിരപരാധിയാണെന്നുള്ളത്. ഇപ്പൊ എല്ലാവർക്കും നമ്മൾ നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ഇവര് പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ നിന്ന് ജഡ്ജി നമ്മൾ പേപ്പർ തരുന്നില്ല. അതാണ് ഒരു വിഷയം. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതിനൊപ്പം മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു. ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിന്റെ IP അഡ്രസ് ഉപയോഗിച്ച് സന്ദേശം അയച്ചത് ആരെന്ന് ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജനുവരി 10-ന് കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ വെറുതെ വിടുമെന്നും ഉണ്ടായ മാനക്കേടുകളെല്ലാം ഇല്ലാതാകുമെന്നുമുള്ള വിശ്വാസത്തിലാണ് ഷമീം ഇപ്പോൾ. അഭിഭാഷകരായ ബിജു പി രാമനും ജോൺ തോമസ് അറക്കലുമാണ് ഷമീമിനായി കോടതിയിൽ ഹാജരായത്. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ 26 വർഷമായി തുടരുന്ന സംയുക്ത ക്രിസ്തുമസ് ആഘോഷം 15-ാം തീയതി വൈകിട്ട് 5 മുതൽ കട്ടപ്പന CSI ഗാർഡനിൽ നടക്കും. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെലോഷിപ്പ് ചെയർമാൻ വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. മുഖ്യ അതിഥിയായ YMCA ദേശീയ ട്രഷറർ റെജി ജോർജ് ഇടയാറന്മുള ക്രിസ്തുമസ് കേക്ക് മുറിക്കും. സംയുക്ത ക്രിസ്മസ് ആഘോഷം ഈ വർഷത്തേത് 2024 ഡിസംബർ 15-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണി കട്ടപ്പന CSI ഗാർഡനിൽ നടക്കുകയാണ്. സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിൽ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ചെയർമാൻ റവറൻ വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. CSI ഈസ്റ്റ് കേരള ഡയോസിസിന്റെ ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനി ക്രിസ്മസ് സന്ദേശം നൽകുകയും സംയുക്ത ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. YMCAയുടെ ദേശീയ ട്രഷറർ റെജി ജോർജ് ഇടയാറന്മുള സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ക്രിസ്മസ് കേക്ക് മുറിക്കൽ കർമ്മം നിർവഹിക്കുകയും ചെയ്യും. 20ഓളം ടീമുകൾ കരോൾ ഗാനങ്ങൾ ആലപിക്കും. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്, സെന്റ് ജോൺസ് ഫാർമസി കോളേജ് കട്ടപ്പന, സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജ് കട്ടപ്പന, YMCA കട്ടപ്പന, വനിതാ യൂത്ത് വിംഗ് കട്ടപ്പന, സെന്റ് ജോർജ് ഫൊറോന ചർച്ച് കട്ടപ്പന, പവർ ഇൻ ജീസസ് ചർച്ച് കട്ടപ്പന, സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് കട്ടപ്പന, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന, നസ്രത്ത് മർത്തോമ ചർച്ച് ചേറ്റുവഴി, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന കാടവംവാലി, ബദേൽ മാർത്തോമ ചർച്ച് വെള്ളയാങ്കുടി, സെന്റ് ജോൺസ് CSI ചർച്ച് കട്ടപ്പന, സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് കട്ടപ്പന, സെന്റ് പോൾസ് മലങ്കര കത്തോലിക് ചർച്ച് കട്ടപ്പന, സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് നെരിയമ്പാറ, സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വെള്ളയാങ്കുടി, സെന്റ് ജെയിംസ് CSI ചർച്ച് കാഞ്ചിയാർ എന്നീ ടീമുകൾ കരോൾ ഗാനങ്ങൾ ആലപിക്കും. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, കട്ടപ്പന YMCA, വിവിധ ക്രൈസ്തവ സഭകൾ, കട്ടപ്പന പ്രസ് ക്ലബ്, ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്ക്, കട്ടപ്പന പവർ ഇൻ ജീസസ് ചർച്ച്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്, കട്ടപ്പന മർച്ചന്റ്സ് യൂത്ത് വിംഗ്, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന കാർലമം വാലി, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന എലൈറ്റ്, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ടൗൺ എന്നിവരാണ് സംഘാടകർ. കട്ടപ്പന എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ജനറൽ കൺവീനർ ജോൺ ജേക്കബ്, കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളി, വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വികാരി ഫാദർ തോമസ് മണിയാട്ടെ, കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ സജോ ജോഷുവ മാത്യു, കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബ ചർച്ച് വികാരി ഫാദർ ബിനോയ് ചെബകുന്നത്തെ, കട്ടപ്പന സെന്റ് ജോർജ് CSI ചർച്ച് വികാരി ഫാദർ ഡോക്ടർ ബിനോയ് പി ജേക്കബ്, കട്ടപ്പന സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ കത്തോലിക്ക ചർച്ച് വികാരി ഫാദർ ഷിജു ഓട്ടംപുറത്തെ, കട്ടപ്പന YMCA പ്രസിഡന്റ് റജിത് ജോർജ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് വിപിൻ ദാസ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ,
Rotary Club of Kattapana President Baiju Abraham, Lions Club of Kattapana President Sens Kurian, Rotary Club of Kattapana Heritage President Jidin Kollangudi, Lions Club of Elite Kattapana President Roy Sebastian. വാർത്താസമ്മേളനത്തിൽ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചെയർമാൻ ഫാദർ വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ, റവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ്, ഫാദർ ജിതിൻ വർഗീസ്, ഫാദർ ഷിജു വട്ടംപുറത്ത, എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ജനറൽ കൺവീനർ ജോർജ് ജേക്കബ്, YMCA പ്രസിഡന്റ് രജിത് ജോർജ്, HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ബൈജു എബ്രഹാം, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സെൻസ് കുര്യൻ, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി പ്രസിഡന്റ് PM ഫ്രാൻസിസ്, KJ ജോസഫ്, രാജീവ് ജോർജ് എന്നിവർ പങ്കെടുത്തു. ചിന്നക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. പ്രദേശവാസികളുടെ നിരന്തരമായ സമരങ്ങളെ തുടർന്ന് 3 കിലോമീറ്ററിൽ 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരം വർഷങ്ങളായി തകർന്നു കിടന്നിരുന്നു. നാട്ടുകാരുടെ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും 1.5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത്. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാൽ ടൗൺ വരെയുള്ള ഭാഗത്ത് റോഡിൽ ഉറപ്പിച്ചിരുന്ന മെറ്റൽ പൂർണ്ണമായും ഇളകിയ നിലയിലാണ്. ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുന്നു. ചെറുവാഹനങ്ങളിലെ യാത്ര അത്യന്തം ദുഷ്കരമാണ്. റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കുഞ്ചിത്തണ്ണിയിലെ ലേബർ സൊസൈറ്റി റോഡ് നിർമ്മാണത്തിൽ ഉദാസീനത തുടരുകയാണെന്നും മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ശക്തമാക്കുന്നതെന്നും ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ MLA ആയിരുന്ന സമയത്ത് ഈ റോഡ് 5 കിലോമീറ്ററിന് 5 കോടി രൂപ പദ്ധതിയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് ഇതുവരെയായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പല പ്രാവശ്യം പൊതുജനങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലും പല സമരങ്ങളും നടത്തിയിട്ടും ഇതുവരെയായിട്ടും കുഞ്ചിത്തണ്ണി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടപടിയെടുക്കാൻ ഒരു തീരുമാനവും മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല. ആയതിനാൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരാതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും ഇടുക്കിയുടെ ചുമതലയുള്ള മന്ത്രി റോസി അഗസ്റ്റിൻ അവർക്കും PWD മന്ത്രി റിയാസ് മുഹമ്മദ് അവർക്കും പരാതി കൊടുത്തിട്ടും യാതൊരു വ്യക്തതയും ഇല്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണം കരാർ എടുത്തിരുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുമില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുവാനാണ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. ടൗണിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം KSEB ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിന് മുന്നോടിയായി കട്ടപ്പന നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും നടന്നു. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം KSEB ഓഫീസിന് മുൻപിൽ സമാപിച്ചു. കത്തിജ്വലിക്കുന്ന പ്രതിഷേധത്തിന്റെ തീജ്വാലകളുമായി, പ്രതിഷേധത്തിന്റെ തീപ്പന്തങ്ങളുമായി ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. 16 യൂണിറ്റിൽ നിന്നൊരു 16 പൈസയും ജനുവരി മാസം മുതൽ 12 പൈസയും ചേർത്ത് 28 പൈസയുടെ അന്യായമായ വർധനമേർപ്പെടുത്തിയ കേരള സർക്കാരിന്റെ തെറ്റായ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തുടർന്ന് നടന്ന ധർണ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 2014 മുതൽ 4 മാസം 4 പ്രാവശ്യം ഈ വൈദ്യുതി വർധന നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വൈദ്യുതി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ദേശമാണ് കേരളം. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഓരോ പ്രാവശ്യത്തെയും കൊച്ചു കച്ചവടക്കാർ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ വേണ്ടി വളരെ പാടുപെടുന്ന ഒരു അവസരം, ഒരു ദിവസം പോലും താമസിക്കാൻ മേലാത്ത അവസരം, മണിക്കൂറുകൾ താമസിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഈ സമിതിക്ക് വേണ്ടി, ഈ യൂണിറ്റിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജനം വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിക്കുന്ന കേരളത്തിലെ ജനം എല്ലാ രംഗത്തും വിലക്കയറ്റമാണ്. അങ്ങനെ നിൽക്കുന്ന ജനത്തിൻ്റെ മുകളിലേക്ക്, നടുപൊടിഞ്ഞ ജനത്തിൻ്റെ മുകളിലേക്ക്, ദുരിതക്കയത്തിലേക്ക് വീണ്ടും 16 പൈസയും
പിന്നീട് 12 പൈസയുമായിട്ട് അങ്ങനെ 28 പൈസയുടെ വർധനവ് ഏർപ്പെടുത്തിക്കൊണ്ട് കേരള വൈദ്യുതി ബോർഡ് ജനങ്ങളെ വലയ്ക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വം എല്ലാ സ്ഥലത്തും പന്തം കൊളുത്തി പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻ ജോസ്, ജോഷി കുറ്റട, കെ പി ബഷീർ, കെ പി ഹസൻ, ഷിയാസ് എ കെ, ബൈജു വേമ്പേനി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി KSEB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB സെക്ഷൻ ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെയും പിണറായിയുടെയും അമ്മാവനാണ് അദാനിയെന്നും അദാനിയുടെ നിർദ്ദേശം അപ്പാടെ അംഗീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ വൈദ്യുതി നിരക്ക് വർധനവ് നടപ്പിലാക്കിയതെന്നും AP ഉസ്മാൻ ആരോപിച്ചു. ജനങ്ങളുടെ പോക്കറ്റ് എങ്ങനെ അടിക്കാം, ജനങ്ങളുടെ സമ്പാദ്യം എങ്ങനെ കൊള്ളയടിക്കാം, അത് കുചേലൻ മുതൽ കുബേരൻ വരെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഭരണകൂടമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും രണ്ടുപേരുടെയും അമ്മാവൻ ഒരാളാണ്. അത് അദാനി അമ്മാവനാണ്. നരേന്ദ്രമോദി എവിടെ പോയാലും അദാനി ഇല്ലാതെ യാത്ര ചെയ്യാൻ. വിഴിഞ്ഞം തുറമുഖത്തിനും അദാനിക്കുമെതിരെ സമരം ചെയ്ത CPM അദാനിയുടെ 3 കരാറുകൾ അംഗീകരിച്ചുകൊണ്ടാണ് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തുണ്ടാക്കിയ 4 രൂപ 59 പൈസക്കരി യൂണിറ്റ് വൈദ്യുതി വാങ്ങിക്കുന്ന കരാർ ഏകപക്ഷീയമായി റദ്ദാക്കി അദാനിയുടെ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. കാണാതെ 10-300 കോടി രൂപ SNC ലാബിൽ എന്ന് പറയുന്ന പദ്ധതികളുടെ കമ്പനിയുമായി ചേർന്ന് നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രം കൊള്ളയടിച്ച് മകൾക്കും മകനും മരുമകനും ഒക്കെ സമ്പാദ്യമുണ്ടാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്നാൽ പുള്ളിക്കൊരു വീക്ക്നെസ് ആണ്. DCC ജനറൽ സെക്രട്ടറി ജോയ്സൺ കെ ആന്റണി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിനോദ് ജോസഫ്, നേതാക്കളായ വിജയകുമാർ മറ്റക്കര, ബാബു കുമ്പിളുവേലിൽ, അഡ്വക്കേറ്റ് KK മനോജ്, ജോസ്മി ജോർജ്, തങ്കച്ചൻ കാരക്കാവയലിൽ, മിനി സാബു, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു. രാജാക്കാട്ടിൽ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റോറിൽ നിന്നും 12 ചാക്ക് ഏലക്ക മോഷണം പോയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നെന്ന ആരോപണവുമായി ഉടമ ബിനോയ്. സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നതായി രാജാക്കാട് പോലീസ് പറയുമ്പോഴും നാളിതുവരെയായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഉടമയുടെ സുഹൃത്തായ രാജാക്കാട്ടിലെ ഏലക്ക വ്യാപാരി നടത്തിയ ആസൂത്രിത നീക്കമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ബിനോയിയുടെ ആരോപണം. കഴിഞ്ഞ 20-ലേറെ വർഷമായി സുഹൃത്തായിരുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്നും രോഗിയാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്നും പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായതായും ബിനോയ് ആരോപിച്ചു. തന്റെ സ്റ്റോറിലെ ഡ്രയർ മാറ്റി സ്ഥാപിച്ചപ്പോൾ മുൻപ് പ്രവർത്തിച്ചിരുന്ന CCTVയുടെ കണക്ഷൻ വിട്ടുകിടക്കുകയാണെന്ന് പ്രതിയായ വ്യാപാരിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. മോഷണം നടന്നതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ അന്വേഷണത്തിനും മറ്റുമായി പ്രതിയെന്ന് പറയുന്നയാളും തന്നോടൊപ്പം ഉണ്ടായിരുന്നെന്നും പോലീസ് സംശയം ഉന്നയിക്കുന്നതുവരെ കൂട്ടുകാരനെ സംശയമില്ലായിരുന്നുവെന്നും ബിനോയ് പറഞ്ഞു. ആദ്യകാലത്ത് എൻ്റെ ഈ സംഭവം നടന്നതിന് ശേഷം ഇതിൻ്റെ CCTV ക്യാമറ തപ്പാനും പ്രതികളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് 25 വർഷമായിട്ട് എൻ്റെ ആത്മസുഹൃത്താണ് പ്രതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാ എൻ്റെ കൂടെ നിന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ സംശയം പോയില്ല. അതിനുശേഷം ഒരു പോലീസിന് അന്വേഷണം ഊർജിതമാക്കി നടന്നു. അവരാണ് ഈ സാധനം കൊണ്ട് വിറ്റതും ഇന്നയാളെ എടുത്തുകൊണ്ട് പോയെന്നും കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷമാണ് ഓരോരു പിന്നെ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും. അപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ എല്ലാം ഇതിനോടനുബന്ധിച്ച് പോലീസുകാരുടെ 10, 150, 200ഓളം പേര് ചോദ്യം ചെയ്തു. അവരുടെ ഭാഗത്ത് നല്ല ഒരു അന്വേഷണം നടന്നു. അതിനകത്ത് നമുക്കൊരു ആക്ഷേപമില്ല. അതിനുശേഷം ഇദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്തു. കാരണം വേറെ ആരെയും സംശയിക്കേണ്ട എല്ലാ തെളിവും പോലീസിൻ്റെ കയ്യിലായി. അന്നേരമാണ് ഇദ്ദേഹം ഇങ്ങനെ ഹൈക്കോടതിയിൽ പോകുന്നത്.
പിന്നെ ആയിക്കോട്ടെ, സ്വാഭാവികമായിട്ട് പോലീസിന്. പ്രതിയെന്ന് സംശയിക്കുന്ന വ്യാപാരിയെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കേസ് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ 15 ലക്ഷം രൂപയുമായി വ്യാപാരിയുടെ സുഹൃത്ത് തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും ബിനോയ് പറഞ്ഞു. 2023 സെപ്റ്റംബർ 3-ാം തീയതി രാത്രിയിലാണ് ഏലക്ക മോഷണം പോയത്. രാജാക്കാട് ചിരുപുറം മുത്തനാട്ട് ബിനോയിയുടെ വീടിനോട് ചേർന്നുള്ള സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന ഏകദേശം 15 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന 12 ചാക്ക് ഏലക്കയാണ് മോഷണം പോയത്. ബിനോയിയും കുടുംബവും ഒരാഴ്ചയായി സ്ഥലത്തില്ലായിരുന്നു. ബിനോയിയുടെ തൊഴിലാളികൾ കുറച്ചു മാറിയുള്ള തോട്ടത്തിലെ ഷെഡിലാണ് താമസിച്ചിരുന്നത്. തൊഴിലാളികൾ 2-ാം തീയതി വൈകിട്ട് വീടിനടുത്ത് തൊഴിലിടത്തിലുള്ള പോത്തിൻ കിടാങ്ങൾക്ക് തീറ്റ നൽകിയ ശേഷം രാത്രി 8:30-ന് ഷെഡിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ എത്തിയപ്പോൾ സ്റ്റോറിൽ ഏലക്ക സൂക്ഷിച്ചിരുന്ന മുറിയുടെ വാതിലുള്ള പൂട്ട് തകർത്തിരിക്കുന്നത് കണ്ടതോടെ ബിനോയിയെ വിവരമറിയിച്ചു. തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ ഉണക്കി വെച്ചിരുന്ന ഏലക്ക ചാക്കുകളിൽ 12 എണ്ണം മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തി. ബിനോയ് രാജാക്കാട് പോലീസിൽ പരാതി നൽകി. പോലീസ് നായയും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിയതായും രാജാക്കാട് പോലീസ് വ്യക്തമാക്കിയിരുന്നു. മോഷണം നടന്ന ആദ്യ 3 മാസക്കാലത്തുണ്ടായ കേസ് അന്വേഷണം തൃപ്തികരമായിരുന്നില്ലെന്നും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് സ്പെഷ്യൽ ടീമിനെ വെച്ച പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാക്കിയതെന്നും ബിനോയ് പറയുന്നു. സ്പെഷ്യൽ ടീം നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ചോദ്യം ചെയ്ത് എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി ജില്ലാ പോലീസ് മേധാവിക്കും ഹൈക്കോടതിയിലും പരാതി നൽകിയതിനെ തുടർന്നാണ് കേസിന്റെ തുടരന്വേഷണം വൈകുന്നതെന്നും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കട്ടപ്പന നഗരത്തിലെ പൊതുവിടങ്ങളിൽ പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും തടസ്സമായി നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ, കൊടിതോരണങ്ങൾ, കമാനങ്ങൾ എന്നിവ നീക്കം ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നഗരസഭയുടെ നടപടി. നഗരത്തിൽ നിന്നും 38 ഫ്ലെക്സ് ബോർഡുകളും 72 കൊടിതോരണങ്ങളും നീക്കം ചെയ്തു. ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഈ മാസം 4-ാം തീയതി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് നഗരത്തിലെ കൊടിതോരണങ്ങൾ, കമാനങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ തുടങ്ങിയവ നഗരസഭ അടിയന്തരമായി നീക്കം ചെയ്തത്. റോഡുകൾ, പാലങ്ങൾ, ഫുട്പാത്തുകൾ, സെന്റർ മീഡിയനുകൾ, കൈവരികൾ, ട്രാഫിക് ഐലൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും തടസ്സമായി നിൽക്കുന്ന വസ്തുക്കളാണ് നീക്കം ചെയ്തത്. സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കുന്ന നടപടിയുടെ ഭാഗമായി കട്ടപ്പന നഗരത്തിൽ മുൻപും ഇതേ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും വീണ്ടും ഇത്തരത്തിലെ നിയമലംഘനങ്ങൾ തുടരുകയായിരുന്നു. ഹൈക്കോടതിയുടെ അടുത്ത സിറ്റിംഗിന് മുമ്പായി ഉത്തരവ് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നടപടികളുടെ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഇതോടെയാണ് 3 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നീക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചത്. നഗരത്തിലെ ആദ്യ ദിവസത്തെ സ്ക്വാഡ് പരിശോധനയിൽ തന്നെ 38 ഫ്ലെക്സ് ബോർഡുകളും 72 കൊടിതോരണങ്ങളും നീക്കം ചെയ്തതായി നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ, കമാനങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യണമെന്നുള്ളൊരു അടിയന്തര നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം നമ്മളിന്ന് കട്ടപ്പന മുനിസിപ്പൽ അതിർത്തിക്കുള്ളിലുള്ള അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ബോർഡുകളും തന്നെ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തുടർന്നുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നതാണ്. പല ഭാഗത്തുനിന്നും കൃത്യമായ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടും തന്നെ നമുക്കത് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായി നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചു കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങളും തോരണങ്ങളും ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് ദയവായിട്ട് നീക്കം ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവരെ അറിയിപ്പ് ഇവർക്ക് കൊടുക്കുകയും പിന്നീട് കൃത്യമായ ഫൈൻ ഈടാക്കുകയും ചെയ്യും. ആദ്യം അവർക്കൊരു അവസരം നമ്മൾ കൊടുക്കുന്നു. പിന്നീട് കൃത്യമായി ഫൈൻ ഈടാക്കിക്കൊണ്ട് തന്നെയായിരിക്കും നടപടികൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ തന്നെ നമ്മൾ പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെയുള്ള കോടതി എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ നടപടികളും നമ്മൾ തുടരുകയാണ്. കോടതിയുടെ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ വിധിയുടെ ലംഘനമായി വിഷയം പരിഗണിക്കും. പരിശോധനയിലും തുടർ നടപടിയിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ രഹസ്യ സ്ക്വാഡിന്റെ പരിശോധനയുമുണ്ട്. വീഴ്ച സംഭവിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉത്തരവാദികൾ ആകുകയും ഈ ഉദ്യോഗസ്ഥർ പിഴ അടയ്ക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യും. നഗരസഭയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും പരിശോധനയും നടപടിയും തുടരും. കാട്ടാന, കാട്ടുപോത്ത്, പുലി തുടങ്ങിയ വന്യമൃഗങ്ങൾക്ക് പുറമെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുനായ്ക്കളും ഭീതി പടർത്തുന്നു. ദേവികുളം ലാക്കാട് മാനില എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുനായ്ക്കൾ മ്ലാവിനെ കൊലപ്പെടുത്തി. കഴിഞ്ഞ വർഷം വട്ടവട മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ കാട്ടുനായ്ക്കൾ ആടുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരുന്നു. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുകയാണ് മൂന്നാറിലെ തോട്ടം മേഖല. കാട്ടാനകളും കാട്ടുപോത്തുമെല്ലാം തോട്ടം മേഖലയിൽ ഇപ്പോൾ പതിവ് സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു.
കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കന്നുകാലികളുടെ എണ്ണം ഓരോ മാസവും വർദ്ധിക്കുന്നു. ഇതിനോടകം തന്നെ കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കന്നുകാലികൾ കൊല്ലപ്പെട്ടതിലൂടെ സംഭവിച്ചിട്ടുണ്ട്. കാട്ടാനകൾ വരുത്തിയിട്ടുള്ള കൃഷിനാശം വേറെയും. ഇതിന് പുറമെയാണ് ഇപ്പോൾ തോട്ടം മേഖലയിൽ കാട്ടുനായ്ക്കളുടെ സാന്നിധ്യവും ഉണ്ടായിട്ടുള്ളത്. ദേവികുളം ലാക്കാട് മാനില എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുനായ്ക്കൾ മ്ലാവിനെ കൊലപ്പെടുത്തി. കൂട്ടത്തോടെയായിരുന്നു കാട്ടുനായ്ക്കൾ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ വർഷം വട്ടവട മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ കാട്ടുനായ്ക്കൾ ആടുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ ദേവികുളം മേഖലയിൽ കാട്ടുനായ്ക്കളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. കാട്ടുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചാൽ കാലി പരിപാലനം കൂടുതൽ പ്രതിസന്ധിയിലാകും. വേനൽ കനക്കുന്നതോടെ തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക തൊഴിലാളി കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാന്ദ്രമോൾ ജിന്നിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രസിഡന്റ് ആൻസി തോമസ് സത്യവാചകം ചൊല്ലി നൽകി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കഞ്ഞിക്കുഴി ഡിവിഷനിൽ നിന്നുമാണ് സാന്ദ്രമോൾ ജിന്നി വിജയിച്ചത്. ഇതേ തുടർന്നുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങും അനുമോദന യോഗവുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ PM നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് സത്യവാചകം ചൊല്ലി നൽകി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സാന്ദ്രമോൾ ജിന്നി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി തോമസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ AP ഉസ്മാൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ, ജോയി കൊച്ചുകരോട്ട, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ആഗസ്തി അഴകത്ത, PD ശോശാമ്മ, വർഗീസ് വെട്ടിയാങ്കൽ, ജോബി ചാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും UDF നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ പശുമലയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി മരത്തിൽ കയറിയയാളെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തി. പശുമല സ്വദേശിയായ മനോഹരനാണ് വലിയ വാഗമരത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇത് രണ്ടാം തവണയാണ് മനോഹരൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. സംഭവത്തെ തുടർന്ന് എസ്റ്റേറ്റ് അധികൃതരും നാട്ടുകാരും ഇയാളോട് താഴെയിറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഇതിന് സമ്മതിച്ചില്ല. തുടർന്ന് നാട്ടുകാർ വണ്ടിപ്പെരിയാർ പോലീസിലും പീരുമേട് ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു. ഇവിടെ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മനോഹരനെ അനുനയിപ്പിച്ച് താഴെയിറക്കുകയായിരുന്നു. തുടർന്ന് ഇയാളെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. CPM മൂന്നാർ ഏരിയ സമ്മേളനം ഈ മാസം 13 മുതൽ 15 വരെ മൂന്നാറിൽ നടക്കും. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15 നടക്കുന്ന പൊതുസമ്മേളനം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യും. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് മൂന്നാറിലും CPMന്റെ ഏരിയ സമ്മേളനം നടക്കുന്നത്. 11 ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 162 ബ്രാഞ്ച് സമ്മേളനങ്ങളും 11 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് മൂന്നാർ ഏരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിവിധ ജാഥകളും ദീപശിഖ പ്രയാണവും 13-ന് സമാപിക്കും. 14-ന് പഴയ മൂന്നാർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ പ്രതിനിധി സമ്മേളനം നടക്കും. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുന്നോടിയായി മൂന്നാർ ഏരിയ കമ്മിറ്റി അതിർത്തിയിൽ 162 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി, 11 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കി. ഏരിയ സമ്മേളനം 13, 14, 15 തീയതികളിലാണ്. ഏരിയയിലാകെ 2112 പാർട്ടി അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ വെച്ചാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനം മാർച്ച് 4, 6, 7, 8, 9 തീയതികളിൽ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ തൊടുപുഴ വെച്ചാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഏരിയ സമ്മേളനമാണ് ഈ 13, 14, 15 തീയതികളിൽ മൂന്നാറിൽ വെച്ച് നടക്കുന്നത്. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 15-ാം തീയതി മൂന്നാർ ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യും. വിവിധ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 5000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
കേരളോത്സവം നടത്തിപ്പിനിടയിൽ മാതൃകാപരമായ പ്രവർത്തനവുമായി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തും ഹരിതകർമ്മ സേനാ പ്രവർത്തകരും വൃക്കകൾ തകരാറിലായ രോഗിയുടെ ചികിത്സാ സഹായത്തിനായി ഇവരുടെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപയോളം സമാഹരിച്ചു കൈമാറി. പ്രദേശത്തെ നിരവധി സുമനസ്സുകളും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ജോയി പാറപ്പുറത്തിന് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം സമാഹരിക്കുന്നതിനായാണ് ഹരിതകർമ്മ സേനയുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഗാനമേളയും സംഘടിപ്പിച്ചത്. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽക്കാരകാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഗാനമേളയും ബക്കറ്റ് പിരിവ് നടത്തി 2,86,040 രൂപ സമാഹരിച്ചു. ജീവിതത്തിൽ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യുവാനായി കഴിയുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നൊരു ചെറിയ സഹായം. കൂടാതെ ചേറ്റുകുഴി, പുറ്റടി മേഖലകളിലെ വ്യാപാരികൾ, ഡ്രൈവർമാർ, പൊതുജനങ്ങൾ എന്നിവരും ധനസഹായ സമാഹരണ യജ്ഞത്തിൽ പങ്കാളികളായി. നിന്റെ അരഞ്ഞാണ ചരടിനെ ഏലത്തിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനഘ മന്ത്രമുണ്ടോ, പൊങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന കൈമാസത്തമിപ്പെണ്ണേ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കരി ധനസഹായം കൈമാറി. നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ കുട്ടികളിലെ വ്യാപാരി വ്യവസായ വസ്തുക്കൾ പ്രൈവറ്റ് സ്കൂളിന് പഞ്ചായത്തിൽ പ്രിയപ്പെട്ട ജീവനക്കാരെല്ലാം സാന്നിധ്യത്തിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച 8-ാം തീയതി കുട്ടികളിൽ ഒരു ഗാനമേള നടത്തുകയും അതിനോടൊപ്പം രാവിലെ മുതൽ ഒരു 11 കൂടി നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ ബക്കറ്റുമായി നമ്മുടെ ഹരിതകർമ്മ വാഹനങ്ങൾ സമീപിക്കുകയും അതിൽ നിന്നും ലഭിച്ച ഒരു പൈസ തുക ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാജു പാർപ്പുറത്തിന് വേണ്ടി കൈമാറുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി, പഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, സിസിലി സജി, അനുമോൾ ബിനോയ്, സൂസൻ ജേക്കബ്, പൊതുപ്രവർത്തകരായ ഷാജി തത്തമ്പള്ളി, വ്യാപാരി പ്രതിനിധി രാജു MC, ഹരിതകർമ്മ സേനാ പ്രസിഡന്റ് അനുമോൾ, സെക്രട്ടറി ഷൈനി, കോർഡിനേറ്റർ രാംകുമാർ, വിവിധ സംഘടനാ പ്രതിനിധികളായ ടോണി മക്കോറ, ബിജു അക്കാട്ടുമുണ്ട, സജി കുന്നേൽ, സനു തുടങ്ങിയവരും ധനസമാഹരണത്തിൽ പങ്കാളികളായി. അടിമാലി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഓരോ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉയരവിളക്കുകളിലെ എല്ലാ ലൈറ്റുകളും ഒരേപോലെ പ്രകാശിക്കാത്തതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ബസ് സ്റ്റാൻഡ് പരിസരം, സെൻട്രൽ ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഉയരവിളക്കിന്റെ ഭാഗമായി ഒന്നിലേറെ ലൈറ്റുകൾ അവയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലൈറ്റുകൾ പൂർണ്ണമായി ഒരേ തോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി. ചില ഉയരവിളക്കുകളിൽ ഒന്നിലേറെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതായുണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. അടിമാലി ടൗണിൽ വിവിധ പ്രദേശങ്ങളിൽ ഹൈമാക്സ് ലൈറ്റുകൾ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചെങ്കിലും ആ ഹൈമാക്സ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കാത്ത സാഹചര്യമാണുള്ളത്. അടിമാലി ടൗണിൽ നിരവധിയായ ടൂറിസ്റ്റുകൾ രാത്രി സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കുകയും അടിമാലി ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തദ്ദേശീയരായിട്ടും ജില്ലയുടെ പല ഭാഗത്തു നിന്നും വന്നു പോകുന്ന യാത്രക്കാരും എല്ലാമുള്ള അടിമാലി ടൗണിൽ വഴിവിളക്കുകളുടെ ഒരു അഭാവം വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് യാതൊരുവിധ വെളിച്ചവുമില്ല. 7 മണി കഴിഞ്ഞാൽ അവിടെ കൂരാക്കൂരിട്ടാണ്. അതുപോലെ നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ ശ്രദ്ധിച്ചറിയാം, ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളിൽ അടിമാലി ടൗണിൽ കൂരാക്കൂരിട്ടാണ്. ആ അടിമാലി ടൗണിൽ ആവശ്യമായ രാത്രി സമയങ്ങളിൽ ആവശ്യമായ വെളിച്ചം ക്രമീകരിക്കേണ്ടത് സ്ട്രീറ്റ് ലൈറ്റുകൾ മുഖേനയും അതുപോലെ ഹൈമാക്സ് ലൈറ്റുകളും പ്രവർത്തനക്ഷമമാക്കി ക്രമീകരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പകൽ സമയത്തെന്ന പോലെ രാത്രികാലത്തും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വന്നുപോകുന്ന ടൗണാണ് അടിമാലി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ടൗണിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട്. രാത്രികാലത്ത് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചു.
ഇതിനൊപ്പമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിക്കാത്തത്. ഇത് ടൗണിൽ വേണ്ടവിധം വെളിച്ചക്കുറവിനും ഇടവരുത്തിയിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ ആലടി PHCയിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റിയുടെയും അയ്യപ്പൻകോവിൽ PHCയുടെയും പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ചപ്പാത്തിന്റെയും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നേത്രപരിശോധനാ ക്യാമ്പ് നടന്നത്. തുടർച്ചയായ 3-ാം തവണയാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ നിർവഹിച്ചു. അയ്യപ്പൻകോവിൽ PHCയിൽ വെച്ച് നടത്തുന്ന പ്രദേശങ്ങളിലായിട്ട് നടത്തുന്ന 3-ാമത്തെ നേത്ര ചികിത്സാ ക്യാമ്പാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ കൊച്ചുകുട്ടികളിൽ പോലും ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരുപാട് ചെറുപ്രായം മുതൽ ഗുളികളൊക്കെ കഴിക്കുമ്പോൾ ആ ഗുളിക കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ ആ ഷുഗർ കൂടിക്കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കണ്ണിനെയാണ്. ഇങ്ങനെ നടത്തുന്ന ക്യാമ്പുകളിലാണ് ശരിക്കും നമ്മുടെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് ഈ ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അടുത്തടുത്തായിട്ട് തന്നെ നമ്മുടെ ആലടി PHCയുടെ നേതൃത്വത്തിൽ. ശരിക്കും പറഞ്ഞാൽ HI ഇവിടെ വന്നതിന് ശേഷം HI വന്നതിന് ശേഷമാണ് 3 ക്യാമ്പ് അടുപ്പിച്ച് ഇവിടെ നടക്കുന്നത്. പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ മേരി വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയ്സൺ C, JHI മഞ്ജുലത KP, അജിത O, സുജ S, ദീപ K, ടെസി ജോർജ്, രാജേന്ദ്രൻ മാരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ തിരക്കിലേക്ക് നാടും നഗരവും പ്രവേശിക്കുമ്പോൾ ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വ്യത്യസ്തമാക്കുകയാണ് കാഞ്ചാർ ലബുക്കട JPM കോളേജിലെ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ നിർമ്മിച്ച വർണ്ണാഭമായ നക്ഷത്രങ്ങളാണ് ഈ വർഷത്തെ പ്രധാന സവിശേഷത. കൂട്ടുകാരും ബന്ധുക്കളും ഒത്തുചേർന്ന മുളങ്കമ്പുകളും വൃക്ഷത്തലപ്പുകളും തുണിയും കടലാസുമൊക്കെ ഉപയോഗിച്ച് ആകർഷകമായ നക്ഷത്രങ്ങൾ നിർമ്മിച്ചിരുന്ന കാലത്തു നിന്നും റെഡിമെയ്ഡ് നക്ഷത്രങ്ങളിലേക്ക് മാറിയപ്പോഴും ക്രിസ്തുമസ് നക്ഷത്ര നിർമ്മാണത്തിന്റെ സന്തോഷം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നക്ഷത്ര ഗ്രാമം എന്ന ആശയം കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വച്ചത്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും അധ്യാപകരുടെ നിർദ്ദേശാനുസരണം പൂർണ്ണമായും കൈകൾ കൊണ്ട് നിർമ്മിച്ച നക്ഷത്ര വിളക്കുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നയനമനോഹരമായി അണിയിച്ചൊരുക്കിയ നക്ഷത്രങ്ങൾ പോയ കാലത്തിന്റെ നല്ല ഓർമ്മകളിലേക്ക് മുതിർന്ന തലമുറയെ കൂട്ടിക്കൊണ്ടുപോകുന്നതോടൊപ്പം പുതിയ തലമുറയ്ക്ക് അത് കൈമോശം സംഭവിക്കാതിരിക്കുവാനും സഹായകമായെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അനുസ്മരിച്ചു. നക്ഷത്ര പ്രൊഫൈൽ JPM ക്രിസ്തുമസിനോടനുബന്ധിച്ച് JPM കോളേജിൽ നക്ഷത്രങ്ങളുടെ മായാപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഗതകാല സ്മരണകളുടെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും പ്രഭചരിഞ്ഞുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ കോളേജിനെ വർണ്ണശബളിതമാക്കി കഴിഞ്ഞു, പ്രഭാപൂരിതമാക്കി കഴിഞ്ഞു. പാരസ്പര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ആഘോഷത്തോടൊപ്പം ഈ നക്ഷത്രങ്ങൾ നാളുകളിലും ഓരോ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ കോളേജ് വഴി ക്രിസ്മസ് സന്ദേശം ലോകമെങ്ങും നിറയുമ്പോൾ നമ്മൾ JPM ഫാമിലിയും തികച്ചും സന്തുഷ്ടരാണ്, ആഹ്ലാദഭരിതരാണ്. എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ. പ്രത്യേകിച്ച് ഈ നക്ഷത്ര ശോഭ ഇവിടെ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നേരുന്നു. നക്ഷത്ര ഗ്രാമ നിർമ്മാണത്തിന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, പ്രോഗ്രാം കോർഡിനേറ്റർ ജോജിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം
പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 186. വിൽപ്പനയ്ക്ക് വന്നത് 44,790. വിൽപ്പന നടന്നത് 44,790. കൂടിയ വില 3,281. ശരാശരി വില 2,873. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ. ഏലം കൂടിയ വില 2,800. ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 380. ഗ്രാമ്പു 925. കൊക്കോ 100. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,285 രൂപ. വെള്ളി 104. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച തടയണ മൂടേണ്ട സാഹചര്യമില്ലെന്ന് നിർദ്ദേശം. ബൈസൺവാലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത് സ്ഥലം സന്ദർശിച്ച മണ്ണ് സംരക്ഷണ വകുപ്പിലെയും മൈനർ ഇറിഗേഷൻ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ. മണ്ണെടുത്ത് തടയണ മൂടേണ്ട എന്ന നിർദ്ദേശം നൽകിയത് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ. നിരപരാധിയായ യുവാവ് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് 35 ദിവസം. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ഷമീമിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചു എന്ന കേസിൽ. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ 26 വർഷമായി തുടരുന്ന സംയുക്ത ക്രിസ്തുമസ് ആഘോഷം 15-ാം തീയതി വൈകിട്ട് 5 മുതൽ കട്ടപ്പന CSI ഗാർഡനിൽ നടക്കും. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്യും. ചിനക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡ്. പ്രദേശവാസികളുടെ നിരന്തരമായ സമരങ്ങളെ തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കിയത് 3 കിലോമീറ്ററിൽ 1.5 കിലോമീറ്റർ മാത്രം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.